എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായ ഏറ്റവും ശ്രദ്ധേയനായ രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, അത് കോൺഗ്രസിൻ്റെ പാലക്കാട് MLA ആയിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. വളരെ ചെറിയ തുടക്കം. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നു. ചാനൽ ചർച്ചകളിൽ വലിയ സജീവ സാന്നിധ്യമായി മാറുന്നു. എതിരാളികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും സ്വീകാര്യനായിട്ടുള്ള അല്ലെങ്കിൽ അവഗണിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വാദഗതികൾ അദ്ദേഹം തുടർച്ചയായി ഉയർത്തുന്നു. അങ്ങനെ ഒരു വേള അദ്ദേഹത്തിനെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വീട് വളഞ്ഞ് ഒരു നാടകീയ അന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കേണ്ടി വരുന്ന സാഹചര്യം പോലും സംസ്ഥാന സർക്കാരിനുണ്ടാകുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇൻഫ്ലുവൻസ് കേരളത്തിൽ എല്ലായിടത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അല്ലെങ്കിൽ പോലും പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നതും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ BJPയുടെ പ്രതീക്ഷകളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ജയിക്കുന്നതും. അങ്ങനെ കോൺഗ്രസിൻ്റെ വലിയ പ്രധാനപ്പെട്ട മുഖമായി നിന്നിരിക്കുന്ന, യുവാക്കൾക്ക് വലിയ ആവേശമായിരിക്കുന്ന, എതിർ രാഷ്ട്രീയ കക്ഷികളിലോ രാഷ്ട്രീയ ആശയങ്ങളിലോ ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പോലും അവഗണിക്കാൻ കഴിയാത്ത ഒരു സാന്നിധ്യമായി മാറിയ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പതനം എന്നത് വളരെ പെട്ടെന്നുണ്ടായി എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ മറ്റ് ഒരു രാഷ്ട്രീയ നേതാവും കേരളീയ ചരിത്രത്തിൽ നേരിട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു നടപടിയാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പോലും ഉണ്ടായത്. നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടിയിൽ മുഖ്യമന്ത്രി പദവിയിലിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ വരെ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റു പല മന്ത്രിമാർക്ക്, MLA-മാർക്ക്, MP-മാർക്കൊക്കെ എതിരെ ഫോർമലായിട്ടുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കെതിരെ പോലീസിൻ്റെയും മറ്റും അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ അവരെ ഏതെങ്കിലും പദവികളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് കോൺഗ്രസിൻ്റെ നേതൃത്വം ശ്രമിച്ചിട്ട് പോലുമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടി തീരുമാനിച്ചത്. അപ്പോൾ അതിൽ നിന്ന് പൊതുജനം മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ മറ്റുള്ള കേസുകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ബോധ്യം, ഒരുപക്ഷെ തെളിവുകൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അതല്ല എങ്കിൽ ഒരു വലിയ ആരോപണം ഉണ്ടാകുമ്പോൾ ഏതാനും മണിക്കൂറുകൾക്കകം അവരുടെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിന് നീക്കം ചെയ്യുക എന്നുള്ളത് തീരെ അസ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വിവാദം രാഹുൽ മാങ്കൂട്ടത്തിലാണോ വലിയ ആഘാതമായിരിക്കുന്നത്, അതോ കോൺഗ്രസ്സിന് തന്നെയാണോ, കോൺഗ്രസിൻ്റെ മോറലായിട്ടുള്ള സ്റ്റാൻഡ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഒരുപക്ഷെ ഇപ്പോൾ കൂടുതൽ പ്രസക്തമാകുന്നത്. അതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. ഇവിടെ ആരോപണമുണ്ടായി മണിക്കൂറുകൾക്കകം ഞങ്ങൾ നടപടിയെടുത്തില്ലേ എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഈ കഴിഞ്ഞ ദിവസം അടക്കം ചർച്ചകളിലൊക്കെ തന്നെ പറയുന്നത്. ആ നടപടി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള പദവിയിൽ നിന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിനോട് രാജി ആവശ്യപ്പെട്ടിരിക്കാം. എന്തായാലും അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ അദ്ദേഹമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോപണം നേരിടുന്ന ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് തുടരണോ വേണ്ടയോ എന്നുള്ളതാണോ അവരുടെ പ്രാഥമികമായിട്ടുള്ള ചിന്ത. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് ആരിരുന്നാലും, ആര് തുടർന്നാലും, ആരെ മാറ്റിയാലും അത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം തീരെ കാര്യമായിട്ടുള്ള ഒരു വിഷയമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആരോപണ വിധേയനായിരിക്കുന്ന, ഒരുപക്ഷെ ആ ആരോപണത്തിൽ പാർട്ടിക്ക് കഴമ്പുണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പോലും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ കോൺഗ്രസ്സിന് ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ പിന്നീട് എന്തിനാണ് അദ്ദേഹം ജനപ്രതിനിധിയായി തുടരാൻ അദ്ദേഹത്തിനെ അനുവദിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് കൂടുതൽ പ്രസക്തം. ചുരുക്കി പറഞ്ഞാൽ, യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടാത്ത ഒരാളിനെ പാലക്കാട്ടെ ജനങ്ങളുടെ പ്രതിനിധിയായി കാണാൻ കോൺഗ്രസ്സിന് ഇപ്പോഴും കഴിയുന്നുണ്ടോ എന്നുള്ള രാഷ്ട്രീയ ധാർമ്മിക ചോദ്യം കൂടുതൽ പ്രസക്തമാണ്. അതിന് കോൺഗ്രസിൻ്റെ നേതൃത്വം നിശ്ചയമായും മറുപടി പറയേണ്ടതുമാണ്. അതായത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാടുള്ള ഒരു നിയമസഭാ മണ്ഡലം പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഒരാളിന്, പാലക്കാട് പ്രവർത്തന മണ്ഡലമല്ലാതിരിക്കുന്ന ഒരാളിന് കോൺഗ്രസ് നൽകണമെങ്കിൽ അതിനുള്ള കാരണം അദ്ദേഹത്തിനുള്ള ഒരു വൈഡർ അക്സെപ്റ്റൻസ് ആണ്. ആ അക്സെപ്റ്റൻസ് മാത്രമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള പദവി. അപ്പോൾ ആ പദവിയിൽ നിന്ന് മാറ്റിയിരിക്കുന്ന ആളിനെ പിന്നീട് ആ പദവിയുടെ ഭാഗമായി കിട്ടിയിരിക്കുന്ന ഒരു ചുമതലയിൽ നിന്ന് നീക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസിൻ്റെ നേതൃത്വം കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടതാണ്. ഇതുവരെ അവരതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ട 1-2 ചർച്ചകളിൽ പാർട്ടിയുടെ പ്രതിനിധികളൊക്കെ തന്നെ നിലവിൽ ആ ഒരു പ്രശ്നം വന്നിട്ടില്ല എന്ന മട്ടിലൊക്കെ പറഞ്ഞ് ഒഴിയുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതൃത്വം മനസ്സിലാക്കേണ്ടതാണ്. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാർമ്മികതയുടെ വിഷയം തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരിക്കുന്ന, കൊല്ലത്ത് നിന്ന് തുടർച്ചയായി 2ാമതും MLA ആയിരിക്കുന്നയാളാണ് ശ്രീ M. മുകേഷ്. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ടാകുന്നു. ഒന്നിലധികം സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ആരോപണങ്ങളുണ്ടാകുന്നു.
ആ ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നതിനെക്കുറിച്ച് മറ്റാർക്കും തന്നെ കൃത്യമായി ബോധ്യമില്ലാതിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരാതിരിക്കുന്ന ഘട്ടത്തിൽ പോലും കേവലമായിട്ടുള്ള ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കുമൊക്കെ തന്നെ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ച കോൺഗ്രസിൻ്റെ തന്നെ 2 സംഘടനകളുടെ പേര്, ഒന്ന് മഹിളാ കോൺഗ്രസ്, 2 യൂത്ത് കോൺഗ്രസ് എന്നാണ്. അപ്പോൾ മഹിളാ കോൺഗ്രസ്സിന് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ നിലപാട്? യൂത്ത് കോൺഗ്രസ്സിന് അദ്ദേഹത്തിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ടോ എന്നതും പ്രസക്തമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ശ്രീ മുകേഷിൻ്റെ വീട്ടിലും മറ്റും അവർ പ്രതിഷേധ മാർച്ച് നടത്തി എന്നത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുന്ന നടപടികൾ വരെ ഉണ്ടായി. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു സ്ത്രീ ഒരാളിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയാണ്, അതിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കണം എന്നുള്ള ഒരാശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരപരിപാടികളും പ്രതിഷേധവുമൊക്കെ അന്ന് നടത്തിയത് എങ്കിൽ അതേ കാര്യം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളിന് മേൽ ആരോപണമായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതേപോലെ ചിന്തിക്കാൻ കഴിയുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് ഇതിലുള്ള പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം, ശ്രീ മുകേഷിനെതിരെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണമുണ്ടായി മണിക്കൂറുകൾക്കകം പാർട്ടിയുടെ ഇൻറ്റേർണലായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ള നടപടി. അപ്പോൾ പാർട്ടിക്ക് തന്നെ പ്രാഥമികമായി ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് തോന്നിയിരിക്കെ, ഒരു നടപടി എടുത്തിരിക്കെ പിന്നീട് അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുകയല്ലേ ഈ ഒരു സമയത്ത് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഒക്കെ തന്നെ ചെയ്യേണ്ടത് എന്നതും പ്രസക്തമാണ്. കാരണം അന്ന് ഈ പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം ശ്രീ മുകേഷിൻ്റെ വീട്ടിലേക്ക് നടത്തുന്ന സമയത്ത് ഈ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും മഹിളാ കോൺഗ്രസ് ആണെങ്കിലും ഇനി കൊല്ലം ജില്ലാ ഘടകം കോൺഗ്രസിൻ്റേതാണെങ്കിലും ഒക്കെ ആവശ്യപ്പെട്ടത് ശ്രീ മുകേഷിൻ്റെ രാജിയാണ്. അത് പാർട്ടിയുടെ ഏതെങ്കിലും ചുമതലയിൽ നിന്നല്ല, മറിച്ച് കൊല്ലം MLA എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ രാജിയാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രശ്നം കേവല രാഷ്ട്രീയ പ്രശ്നമാണോ അതോ ധാർമ്മികതയാണോ എന്നുള്ളതാണ് കോൺഗ്രസ് തന്നെ തീരുമാനിക്കേണ്ടത്. ധാർമ്മികതയാണ് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെടാൻ, അദ്ദേഹം രാജിവെക്കണം എന്നാവശ്യപ്പെടാൻ മുൻപന്തിയിൽ ഉണ്ടാകേണ്ടത് ഈ മുകേഷിൻ്റെ വീട്ടിലേക്ക് സമരം നടത്തിയ, പ്രതിഷേധം നടത്തിയിരുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി ഇവിടെ കോൺഗ്രസിൻ്റെ തന്നെ ഡിഫൻസിൻ്റെ ഭാഗമായി അവർ പറയുന്ന ഒരു കാര്യത്തിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്നതും ചിന്തിക്കേണ്ടതാണ്. അതായത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണമുണ്ടാകുമ്പോൾ മറ്റു പാർട്ടിക്കാരെ പോലെയല്ല, ഞങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഇൻറ്റേർണൽ നടപടി എടുത്തു കഴിഞ്ഞു എന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കളും അവരുടെ വക്താക്കളുമൊക്കെ തന്നെ ഇപ്പോൾ പ്രതികരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് തൻ്റെ മകളായി തന്നെ താൻ കരുതുന്ന ഒരു വ്യക്തി തന്നോടൊരു പരാതി പറഞ്ഞിരുന്നു എന്നാണ്. അപ്പോൾ ആ പരാതി പറഞ്ഞിരിക്കുന്നത് നേരത്തെയുള്ള ഒരു സന്ദർഭത്തിൽ കുറേ കാലം മുമ്പാണോ അതോ ഇപ്പോഴാണോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാവുന്നതനുസരിച്ച് ഇപ്പോൾ അവർ വന്ന് പരസ്യമായിട്ട് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. പാർട്ടി ഫോറങ്ങളിൽ അവർ ഒരുപക്ഷെ നേരത്തെ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ ആരോപണമുണ്ടായി ഏതാനും മണിക്കൂറുകൾക്കകം നടപടിയെടുത്തു എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ? ആ സമയത്ത് ഇതിലേതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടി, ഇങ്ങനെയൊരു ആഭ്യന്തരമായിട്ടുള്ള നടപടിയെങ്കിലും അദ്ദേഹത്തിനെതിരെ എടുക്കുന്നതിന് വേണ്ടി ഇവരാരെങ്കിലും ശ്രമിച്ചിരുന്നോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒപ്പം നമുക്കറിയാം, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ അടുത്ത സമയത്ത് നടന്ന ഒരു സംഭവമാണ്. പക്ഷേ അതിനു മുമ്പായിട്ട് കോൺഗ്രസ്സിലുള്ള ആൾക്കാർക്ക് ഈ ഒരു പരാതി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അവരെ അതാരെങ്കിലും ധരിപ്പിച്ചിരുന്നോ? ഈ പരാതിക്കാരി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നേതാക്കളെ അതിനു മുൻപേ തന്നെ അറിയിച്ചിരുന്നോ? എന്നിട്ടും അതെല്ലാം തന്നെ കൺമുന്നിൽ ഉണ്ടായിട്ടും അദ്ദേഹത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി വെക്കുകയായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം ധാർമ്മിക പ്രശ്നം മാത്രമല്ല, ഇതിൻ്റെ ടൈമിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള വോട്ടർമാർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പറയുമ്പോൾ തന്നെ സൂചിപ്പിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു പുരുഷനെതിരെ ഒരാരോപണം വന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വ്യക്തി അയാളുടെ എല്ലാ പൊസിഷനിൽ നിന്ന് മാറിപ്പോകണമെന്നോ അദ്ദേഹം നിയമ നടപടി നേരിടുന്നതിൻ്റെ ഭാഗമായി ഒരു ചുമതലയും പിന്നീട് വഹിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന വാദത്തിനോട് യോജിപ്പുള്ള ഒരാളല്ല ഞാൻ. ആരോപണം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് കൂടി ബോധ്യമാകുന്ന രീതിയിലത്തേക്കുള്ള പ്രാഥമികമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ അവിടെ ഉണ്ടാകണം. ആ തെളിവുകൾ വ്യാജമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടാകണം. ഏറ്റവും ചുരുങ്ങിയത് ഇതൊന്നും തന്നെ തൻ്റെ ഓഡിയോ അല്ല എന്നോ തൻ്റെ സന്ദേശങ്ങളല്ല എന്നൊക്കെയുള്ള ഒരു നിഷേധിക്കൽ കൂടി അവിടെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇവിടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല. തന്നെയുമല്ല, ഈ ആരോപണങ്ങൾ പല സ്ത്രീകളിൽ നിന്നുണ്ടാകുമ്പോൾ അവരെല്ലാവരും തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്ന ശബ്ദ സന്ദേശം അങ്ങേയറ്റം ഗൗരവ സ്വഭാവത്തിലുള്ള ഒന്നാണ്. അത് കേവലം ഒരു ട്രോളായി മാത്രം കരുതാൻ കഴിയുന്ന ഒരു കാര്യമല്ല.
അത് കേവലം ഒരു ട്രോളായി മാത്രം കരുതാൻ കഴിയുന്ന ഒരു കാര്യമല്ല, മറിച്ച് കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഗൗരവ സ്വഭാവത്തിൽ ചർച്ച അർഹിക്കുന്ന തരത്തിലുള്ള ഒരു സംഭാഷണമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭാഷണം പുറത്തു വരുമ്പോൾ അത് തൻ്റെ ശബ്ദമല്ല എന്ന് പറയാനായിട്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടുണ്ടോ? അതിനെ നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? അതേപോലെ തന്നെ കുറേയധികം സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളുണ്ട്. ഫ്ലേർട്ടിംഗ് ആണ് എന്ന് പ്രാഥമികമായി തന്നെ ആൾക്കാർക്ക് തോന്നുന്ന തരത്തിലുള്ള കുറേയധികം സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളൊന്നും താൻ അയച്ചിട്ടുള്ളതല്ല എന്ന് അദ്ദേഹം നിഷേധിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതും പ്രസക്തമാണ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എങ്ങനെ വേണമെങ്കിലും സൃഷ്ടിക്കാം എന്ന തരത്തിലുള്ള വളരെ ദുർബലമായിട്ടുള്ള ഒരു വാദമാണ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഞാൻ കരുതുന്നത് ഒന്നിലധികം ആൾക്കാർ അത് ശബ്ദ സന്ദേശങ്ങളായിട്ടും അതേപോലെ തന്നെ പല ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടുകളും ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു ഡിഫൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രസക്തമാണ്. ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയാകാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അല്ല വിശ്വാസം, മറിച്ച് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകളെയോ ആണ് വിശ്വാസം എന്നുള്ള കാര്യവും ഇവിടെ വ്യക്തമാവുകയാണ്. അപ്പോൾ അങ്ങനെ നേതൃത്വത്തിന് പോലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി പിന്നീട് ഒരു ജനപ്രതിനിധിയായി തുടർന്നാൽ അതിൻ്റെ ദോഷമുണ്ടാകുന്നത് ആ വ്യക്തിക്കാണോ അതോ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് മൊത്തത്തിലാണോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും അതിന് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതും കോൺഗ്രസ്സാണ്. ഒരുപക്ഷേ നമുക്കറിയാം ഇനി പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് എത്ര ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൻ്റേതായി അവിടെ വരുന്നത് എങ്കിലും ഈ ഒരു വിവാദം അതിശക്തമായി അവിടെ CPM-ഉം BJP-യും ഉപയോഗിക്കും എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ വലിയൊരു വിഭാഗം ആൾക്കാരെ അവരുടെ ചിന്തകളെ ഒക്കെ തന്നെ സ്വാധീനിക്കുന്നതിന് അത് കാരണമാകും എന്ന കാര്യത്തിലും തർക്കമുണ്ടാകേണ്ടതില്ല. ഇനി ഇത് കേവലം ആ ഒരു മണ്ഡലത്തിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുമോ അതോ കേരളത്തിൽ ഒന്നാകെ ഒരു പൊതുതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മറ്റു പാർട്ടികൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രതിച്ഛായയ്ക്ക് എത്രത്തോളം തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യവും ചിന്തിക്കേണ്ടത് കോൺഗ്രസ്സാണ്. കാരണം മറ്റ് പാർട്ടികളിലുള്ള ആൾക്കാർ ആരോപണങ്ങൾ നേരിടുന്ന സമയത്ത് ഒരു നിലപാട് സ്വീകരിക്കുകയും സ്വന്തം പാർട്ടിയിലുള്ള ആൾ ആരോപണം നേരിടുന്ന സമയത്ത് അതിൽ കാര്യമുണ്ട് എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരുപക്ഷെ നടപടിയെടുക്കുകയും ചെയ്തതിന് ശേഷവും അദ്ദേഹത്തിനെ ജനപ്രതിനിധിയായി തുടരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പാർട്ടികളും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള ഒരു ചോദ്യം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനോട് ഉണ്ടായാൽ അതിനെക്കുറിച്ച് വിശദീകരണം നൽകുന്നതിന് അവർ പരാജയപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് കോൺഗ്രസ് നേതാക്കളോട് പറയാനുള്ളത്, യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തെ കളങ്കം ഞങ്ങൾ നീക്കി, പക്ഷേ പാലക്കാട് മണ്ഡലത്തിൻ്റെ തലപ്പത്തെ കളങ്കം നീക്കുന്നത് ഞങ്ങളുടെ വിഷയമല്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് നല്ലതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള കുറേയധികം പ്രതീക്ഷ നൽകിയ ഒരു യുവ നേതാവാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ ഒന്നാകെ അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയാതെ വന്നിരിക്കുന്ന ഒരു സമയത്ത്, വളരെ ദുർബലമായിട്ടുള്ള ഒരു ഡിഫൻസ് മാത്രം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത്, അതെല്ലാം തന്നെ പൊതുമധ്യത്തിലുള്ള ഒരു സമയത്ത് അതിൻ്റെ ഗൗരവ സ്വഭാവത്തിനെ കൂടി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം MLA പദത്തിൽ തുടരാൻ യോഗ്യനല്ല എന്ന് മാത്രം പറയുകയെ ഈ ഒരു ഘട്ടത്തിൽ നിവൃത്തിയുള്ളൂ എന്ന് മാത്രം കോൺഗ്രസിൻ്റെ നേതാക്കളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.